ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് മഴയൊക്കെ അല്ലേ. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഒരു കൊതി തോന്നിയതാണ് കേട്ടോ, അട ഉണ്ടാക്കി കഴിക്കാമെന്ന്. അപ്പോൾ മാളിനോടും വാപ്പോടും പറഞ്ഞപ്പോൾ ശരി നമുക്ക് ഉണ്ടാക്കാമെന്ന് അവർ പറഞ്ഞു. അപ്പം ഞങ്ങൾ അട ഉണ്ടാക്കാൻ പോവാം കേട്ടോ. ഞാൻ ഓൾറെഡി എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഗോതമ്പ് പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഗോതമ്പ് പൊടിയും ചക്ക വരട്ടിയതും കൂടി കുഴച്ച് വെച്ചിട്ടുണ്ട്. ശർക്കരപ്പാവിൽ തേങ്ങ ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇല വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അട ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് ചെറിയ ബോളാക്കിയിട്ട് ഈ ഇലയിൽ വെച്ചിട്ടിങ്ങനെ കുറച്ച് വെള്ളം തൊട്ടിട്ട് പരത്തി കൊടുക്കുക കേട്ടോ. വെള്ളം തൊട്ടാൽ നമ്മുടെ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയാം ഇതൊക്കെ, എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. നല്ല നൈസായിട്ട് പരത്തി കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് പരത്തി വെച്ചതിന് ശേഷം ശർക്കര ഇട്ടാൽ മതി, അല്ലെങ്കിൽ അതിങ്ങനെ വെള്ളം ഒലിച്ച പോലെ ആവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പരത്തി വെക്കാം. അപ്പം നമ്മളിവിടെ കുറച്ച് എണ്ണ ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ശർക്കരയും തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി, കാരണം ചക്കയിൽ ഓൾറെഡി മധുരം ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ കുറച്ച് തന്നെ ആഡ് ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ അച്ഛനമ്മമാരെ തന്നെ റെസ്പെക്റ്റ് ചെയ്യണം. ഞാനും എൻ്റെ അനിയത്തിമാരൊക്കെ നന്നായിട്ട് അവരെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ജീവിച്ചിരിക്കുന്നത്, ഇത് ഇത്ര നാൾ വരെ. പക്ഷെ ഇപ്പോഴുള്ള മക്കളൊന്നും അങ്ങനെയല്ല. എന്തിന് നമുക്ക് അറിയാലോ നമ്മുടെ മക്കൾ നമ്മളോട് എങ്ങനെയാണ് പെരുമാറണം എന്നൊക്കെ. അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമാവാറുണ്ട് കേട്ടോ. എൻ്റെ അച്ഛനോടൊന്നും ഇപ്പോഴും ഞാൻ നേർക്ക് നേരം സംസാരിക്കാൻ പേടിയെന്നുള്ളതല്ല, നമ്മൾ ദേഷ്യത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ അനുസരണ ഇല്ലാണ്ടൊന്നും സംസാരിക്കാൻ നമുക്ക് സാധിക്കില്ല. അറിയില്ല എനിക്ക് അങ്ങനെയൊന്നും പറയാൻ. അതുപോലെ എൻ്റെ അമ്മയും അച്ഛനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ 4 പേരെയും വളർത്തി വലുതാക്കിയിരിക്കുന്നത്. ഇപ്പോഴുള്ള മക്കൾക്കൊന്നും അതറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ അമ്മയും അച്ഛനും ഉള്ള സമയത്ത് നമുക്ക് വീട്ടിൽ പോകാനൊക്കെ ഭയങ്കര രസമായിരിക്കും അല്ലേ. പാവം എൻ്റെ അമ്മ, എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ നമുക്ക് നമ്മുടെ അമ്മമാരല്ലേ ഏറ്റവും വലുത്. അപ്പോൾ എൻ്റെ അമ്മ പോകുമ്പോഴേക്കും എന്താ വീട്ടിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചോറ് ഞങ്ങൾ കഴിച്ചിട്ടാണ് പോയെങ്കിലും കുറച്ച് കഴിക്കുമെന്ന് പറഞ്ഞ് പിന്നാലെ നടന്ന് നമ്മളെ കഴിപ്പിക്കും. അതുപോലെ മാവേലിയിൽ നിന്ന് മേടിച്ച കടലയോ പയറോ ചെറുപയറോ പഞ്ചസാരയോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഞാൻ വരണത് നോക്കിയിരിക്കും, കൊണ്ടുപോയിക്കോ അവിടെ കുട്ടികളുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് കേട്ടോ. നമുക്കതൊക്കെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്കും ജീവനാണ് എൻ്റെ അമ്മയും അച്ഛനും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ പിറന്നാളിന് വീട്ടിൽ പോയ സമയത്ത് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ചക്ക വരട്ടിയത്. അവിടെ വീട്ടിൽ ചക്കയുണ്ട്, പിന്നെ അവിടെയൊക്കെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ കൊടുക്കും കേട്ടോ. ഇവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ കഴിഞ്ഞ വർഷം കൊമ്പൊക്കെ വെട്ടിയതുകൊണ്ട് ഇപ്രാവശ്യം ചക്കയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ചക്ക വരട്ടി വയ്ക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള പണിയല്ലേ, അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാറില്ല കേട്ടോ. അതൊക്കെ എൻ്റെ അമ്മയാണ് ഞങ്ങൾ 4 പേർക്കും, ഞങ്ങൾ 4 പേര് പറഞ്ഞാൽ എൻ്റെ അനിയത്തിമാർക്കൊക്കെ എൻ്റെ അമ്മയാണ് ഉണ്ടാക്കി തരിക കേട്ടോ. അതുപോലെ മുളക് അങ്ങനെ വാട്ടില്ലേ, മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കി തരും. പിന്നെ കയ്പ്പയ്ക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങളുടെ അമ്മയാണ് ഉണ്ടാക്കി തരിക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറച്ച് 2 എണ്ണം വെച്ചിട്ടേ എടുക്കാൻ വേണ്ടേ. ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും. ഉണ്ടാക്കാൻ നല്ല മടിയാണ് എനിക്ക്. ആദ്യമൊക്കെ ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാ, എല്ലാ പലഹാരങ്ങളും എന്താ കഴിക്കാൻ തോന്നിയെന്ന് വെച്ചാൽ അപ്പം ഉണ്ടാക്കി കഴിച്ചിരുന്ന ആളാണ് ഞാൻ. എൻ്റെ അമ്മയൊക്കെ പറയും ഇപ്പോൾ നല്ല മടിച്ചിയായി, ഒന്നും നീ പണിയില്ല എന്ന്. പക്ഷെ സത്യത്തിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. എനിക്കങ്ങനെ പണിയാൻ മടിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മടക്കി കൊടുക്കുക. ഇനി നമ്മൾ അട, ചിലവരൊക്കെ അട ചുട്ടെടുക്കാറുണ്ട്, പക്ഷെ എനിക്ക് ചുട്ട അടയൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ
ഇവിടെ കുറച്ചും കൂടി പരത്താനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളിവിടെ എല്ലാം പരത്തി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആവിയിലാണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്കിത് ആവിയിൽ വെക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ, നന്നായിട്ട് ആവി വരുന്നുണ്ട്. എനിക്ക് ഇതുണ്ടോ ഇല്ലെന്ന് അറിയാം, അതൊരു ടെൻഷനാണ് കേട്ടോ. എപ്പോഴും അതെനിക്ക് അട ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു പേടിയാണ്. നല്ല ചൂടാണ്. ഇതിങ്ങനെ ഇലയിൽ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആയി എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഓഫാക്കാം കേട്ടോ. ഇപ്പോൾ വൈകുന്നേരത്തേക്ക് ഫുഡിനുള്ളതൊന്നും റെഡിയാക്കിയിട്ടില്ല കേട്ടോ. ചോറ് വെച്ചിട്ടുണ്ട്. കറി ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നുകൊണ്ട് ഉച്ചയാകുമ്പോഴത്തെ കഴിക്കലൊക്കെ ഇങ്ങനെ കഴിച്ചു. ഇനി വൈകുന്നേരത്തേക്ക് ഞാൻ കുറച്ച് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഇന്നലെ ഉണ്ടാക്കി വെച്ച ചിക്കനിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് വറുത്തപ്പുളി വെക്കാനാണ് കേട്ടോ. മുളക് വറുത്തപ്പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഇവിടെ പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന തട്ടിക്കൂട്ട് കറിയാണ്. അതായത് കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് കടുക്, ഉലുവ, കരിവേപ്പില, പിന്നെ കുറച്ച് പുളി, അതൊക്കെ കൂട്ടിയിട്ട് ചെറുതായിട്ടൊരു കറി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, പുളി അങ്ങനെയാണ് പറയുക. അപ്പോൾ അതും ഒരു മാന്തൽ വറുത്തതോ മീൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മുളക് വറുത്തപ്പുളി വെക്കണം, ചില്ലി വറുക്കണം, അതും കൂടി കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ അട ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അട ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കിയാലോ. ഇത് നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ലോണം എരിവ് വേണം. എരിവും പുളിയും ഉപ്പൊക്കെ എനിക്ക് നന്നായിട്ട് വേണം കേട്ടോ. എനിക്ക് എരിവും ഉപ്പൊന്നും ഇല്ലെങ്കിൽ ഇഷ്ടമല്ല. നന്നായിട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ പുളി ഉണ്ടാക്കാൻ. സിമ്പിളാണ്, നല്ല സിമ്പിളാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അത്യാവശ്യം എരിവും ഉണ്ടാവും, അത്യാവശ്യം പുളിപ്പും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇന്നലെയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കി, ഇന്നലെ ഉണ്ടാക്കി, അതിൻ്റെ ബാക്കിയുള്ളതാണ് ഇപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ എന്താ വെളിച്ചെണ്ണയുടെ വില കേട്ട് കഴിഞ്ഞാൽ ചില്ലി ചിക്കനൊന്നും ഉണ്ടാക്കാൻ നമുക്ക് തോന്നുന്നില്ല. ഞാൻ ഓയിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്നല്ല, ഓയിൽ യൂസ് ചെയ്യാറേ ഇല്ല. എനിക്ക് ഗോൾഡ് വിനറും പാം ഓയിലൊന്നും പറ്റില്ല കേട്ടോ. ഞാൻ എല്ലാം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വില കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. 1 ലിറ്റർ വെളിച്ചെണ്ണ എടുത്താൽ ഞങ്ങൾക്ക് 2 ആഴ്ച പോലും നിൽക്കില്ല കേട്ടോ. മീനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും മീനും ചിക്കനും ഉണ്ടെങ്കിലേ ചോറ് ഇറങ്ങുള്ളൂ. അങ്ങനെയാണ്. പ്രത്യേകിച്ച് എനിക്കൊരു മോനുണ്ട്. അവൻ കുറച്ച് ചോറേ ആകെ കഴിക്കുള്ളൂ. അത് പലഹാരമാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഉച്ചയ്ക്കാണെങ്കിലും പലഹാരം ഉണ്ടാക്കി അതാണ് കൊണ്ടുപോകുക കേട്ടോ. ചോറ് കഴിക്കലും ചോറ് കൊണ്ടുപോകലൊക്കെ വളരെ ചുരുക്കമാണ്. ഞാൻ ചീത്ത പറഞ്ഞാൽ മാത്രമാണ് ചോറ് കൊണ്ടുപോകാറുള്ളൂ. പിന്നെ ചോറ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അതേപോലെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അതുകൊണ്ട് ഞാൻ അധികം ചോറ് കൊടുത്തയക്കാറില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മുടെ പുളി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി തിളക്കട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റ് നേരം തിളച്ചോട്ടെ. നല്ലോണം തിളയ്ക്കണതാണ് നല്ലത്. തിളച്ച് നന്നായിട്ടൊന്ന് ആയി വരട്ടെ കേട്ടോ. പിന്നെ മാളു മാവയൊക്കെ എന്നോട് ഫേസ് കാണിക്കാത്ത എന്താ അമ്മയ്ക്ക് ഫേസ് കാണിച്ചൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എനിക്കിതിന് മുന്നൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, പൊന്നൂസ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട്. അതിൽ
200 സംതിങ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അത് കുക്കിംഗ് വ്ളോഗും പിന്നെ ബ്യൂട്ടി ടിപ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണൊന്ന് കേട് വന്നു. അപ്പോൾ അതിൽ മെയിൽ ഐ ഡി അങ്ങനെ കാര്യങ്ങളൊക്കെ ബ്ലോക്കായി, അക്കൗണ്ടും പാസ്വേഡും ഒക്കെ മറന്നുപോയി. അങ്ങനെ കുറേ ആയിട്ട് അത് അങ്ങനെ പോയി. മൊത്തം ആ ചാനലേ ഡിലീറ്റായി പോയി. പിന്നെ ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ് കേട്ടോ ഒരു ചാനൽ തുടങ്ങണം എന്ന്. പക്ഷേ ഇപ്പോഴും ഞാൻ എടുക്കുന്ന ഫോൺ അങ്ങനെ സാധാരണ ഒരു ഓപ്പോയുടെ ഫോണാണ്. അത് ക്ലാരിറ്റി കുറവാണ്, സ്റ്റോറേജും കുറവാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്നെടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും സ്റ്റോറേജ് ഫുള്ളൊന്ന് എഴുതി കാണിക്കും. അതിൽ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, മെമ്മറി കാർഡ് വർക്കാവില്ല എന്നെന്തോ പറഞ്ഞു. അപ്പോൾ ഒരു പുതിയ ഫോണൊക്കെ വാങ്ങിക്കണം. അതിന് കുറച്ചും കൂടി സമയം വേണം. അപ്പോൾ ഞങ്ങളുടെ അമ്മയാണ് ഇന്ന് വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അമ്മ അങ്ങനെ ഓരോ കുഞ്ഞു കാര്യങ്ങളൊക്കെ അമ്മ കുക്കിങ്ങിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ടാറ്റ, ബൈ ബൈ.